വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാരാമൺ കൺവെൻഷൻ്റെ ജംഗ്ഷൻ. ഏതാണ് മാരാമൺ സ്ഥലം? മാരാമൺ ജംഗ്ഷൻ. തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരി ബസ് കയറി മാരാമൺ ഇറങ്ങി നമുക്കിനി കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോകണം. രണ്ട് വഴിയുണ്ട്. ഇവിടെ നിന്ന് വലത്തോട്ട് കാർ വാഷ് കാണിച്ചില്ല, അവിടെ നിന്ന് ഇടത്തോട്ട് കയറിയാലും മാരാമണിൽ പോകാം. പിന്നെ ഇടത്തോട്ട് അവിടെ പോയിട്ടൊരു പാലം വഴിയുണ്ട്. അങ്ങനെയും നമുക്ക് മാരാമണിൽ പോകാം. നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ട് മാരാമൺ കൺവെൻഷൻ്റെ. ഇതേണ്ട നമുക്കത് ആ പാലം അതുവഴി താഴോട്ട് ഇറങ്ങിയാൽ നേരെ കൺവെൻഷൻ സെൻറ്ററിൽ പോവാം. കോഴഞ്ചേരി റൂട്ടാണ് അത്. ഇങ്ങോട്ട് എന്നാണ് തിരുവല്ല. കോഴഞ്ചേരിയിൽ നിന്നാണ് ആ ബസ്സൊക്കെ വരുന്നത്, അങ്ങോട്ടാണ്. ഇത് ഈ പാലം ഇങ്ങനെ ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. നമുക്കപ്പം ഇടത് വഴി പോയി ഒന്നുകൂടെ കാണിക്കാം. അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നേരെ കോട്ടയം റൂട്ടല്ല, അങ്ങോട്ട് പോയാൽ കോട്ടയം റൂട്ട്, തിരുവല്ല റൂട്ട്. നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴാണ് കോഴഞ്ചേരി. അപ്പോൾ അത് അവിടെ വന്നിട്ട് വലത്തോട്ട് പോയിട്ട് തണ്ടേ ഒരു ഷോർട്ട് കട്ട്. അതായത് നമ്മളൊരു വന്നിട്ട് തണ്ടേ ഈ ഒരു പടിക്കെട്ട് വഴി ഒരു പാലം വഴി ഇറങ്ങി പോവാം. തിരിച്ചു വരുമ്പോൾ നമുക്ക് മറ്റേ വഴി വരാം. അപ്പോൾ എങ്ങനെ മാരാമൺ കൺവെൻഷൻ സെൻറ്ററിൽ എത്തണമെന്ന് ചോദിച്ചാൽ എളുപ്പ വഴി. തിരുവനന്തപുരത്തുകാർക്ക് വരണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തിരുവല്ല ഇറങ്ങി കോഴഞ്ചേരി ബസ്സിന് കയറി മാരാമണ്ണിൽ ഇറങ്ങാം. അപ്പോൾ ഇത് തിരക്ക് കുറഞ്ഞ സ്ഥലമാണ്. അപ്പുറത്താണ് മെയിൻ റോഡ്. അപ്പോൾ ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് പോകുന്നതിലൊരു ബുദ്ധി. അങ്ങനെയാണ് സംഗതി. പമ്പ ആറാണ് ഈ സംഗതി. ഒരു കൊച്ചു കുടുംബം ഇങ്ങനെ സുഖമായിട്ട് അവിടെ ഉറങ്ങുന്നു. അപ്പോൾ നമ്മൾ തിരക്കില്ലാത്ത ഇതേ കാണുന്നത് കൺവെൻഷൻ സെൻറ്റർ. നമുക്കിതുവഴി പതുക്കെ ഈ പാടം വഴി അങ്ങ് പോവാം. അപ്പോൾ മുമ്പ് ഒഴുകണണ്ട ഈ ബ്രിഡ്ജിലാണ് ആ ബസ് പോകുന്നത്. നമ്മൾ നേരത്തെ ആദ്യം കണ്ടില്ലേ ആ ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ താഴെ ആ പടിക്കെട്ട് വഴി ഇറങ്ങി അവിടെ നാടോടികൾ ഒരു ഫാമിലി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നത് ഈ ലെഫ്റ്റ് സൈഡ് വഴി ഇതുവഴി ഇങ്ങനെ കറങ്ങി നമുക്ക് തിരിച്ചു പോകുമ്പോൾ നേരെ വഴിക്കുള്ള വരാം. ഇതൊരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ മാരാമണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് മാരാമൺ കൺവെൻഷൻ സെൻറ്റർ എത്താമെങ്കിൽ തിരുവല്ല വന്നിട്ട് കോഴഞ്ചേരി ബസ് കയറുക, മാരാമൺ ഇറങ്ങുക. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. കച്ചവടക്കാരൊക്കെ കൊണ്ട് നല്ല എന്താണ് ഉണർന്നിട്ടുണ്ട്. തിരക്ക് നല്ല വെയിലുള്ളത് കൊണ്ടാണ് തിരക്ക് കുറവാണ്. കച്ചവടക്കാരൊക്കെ ഇഷ്ടംപടിയുണ്ട് അല്ലേ. എനിക്കിത് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിൻപുറമല്ലേ, നമ്മുടെ മലയോര പട്ടണം കുരിശുമല, വെള്ളറട കുരിശുമല സീസൺ ഓർമ്മ വന്നു. അവിടെയും ഇങ്ങനെയാണ്. കുരിശുമലയുടെ ആ ഒരു സീസൺ ആകുമ്പോൾ കടകമ്പോളങ്ങളൊക്കെ കൊണ്ട് നല്ല നിരന്നു ഒരു ആത്മീയ ഉണർവിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ വേദിയാണ് ഇത്തരം വേദികൾ. നമ്മുടെ ശബരിമല, കുരിശുമല, മാരാമൺ, ഭീമാവള്ളി, ശംഖുമുഖം, അങ്ങനെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മലയാളിയുടെ മതസൗഹാർദ്ദത്തിൻ്റെ ആ ഒരു സന്ദേശം വിളിച്ചോതുന്ന സ്ഥലങ്ങളാണ് ഇത്തരം ഉത്സവങ്ങളും ആഘോഷങ്ങളും. അതാണ് മലയാളികളുടെ പ്രത്യേകത. ഇപ്പോൾ സമയം 3:30 മണിയായിട്ടുണ്ട്. ശരി, വെയിൽ താഴ്ന്നു ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്, അല്ലെങ്കിൽ മുട്ടൻ വെയിലായിരിക്കും. അപ്പം നമ്മളിങ്ങനെ സംഗമ വേദിയിലേക്ക്, അതായത് മാരാമൺ വേദിയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പാലം വഴി കയറി കൺവെൻഷൻ കാണാം. ഇത് മേലെപ്പടി ലെഫ്റ്റിലോട്ട് ഇറങ്ങി ഇതാണ് താൽക്കാലിക പാലമാണ് കൺവെൻഷൻ സെൻറ്ററിലേക്കുള്ള
താൽക്കാലിക പാലമാണിത്. ഇത് അടിപൊളിയല്ലേ? അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ മാരാമൺ കൺവെൻഷൻ സെൻറ്ററിലേക്കുള്ള യാത്രാ വേളയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ആ പടി വഴി തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇതൊരു കണ്ട ശരിക്കും വെള്ളത്തിനകത്താണ് ഇത്. ഈ വെള്ളത്തിനകത്ത് നല്ല ആർട്ടിഫിഷ്യൽ പാലമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഉള്ളതല്ലേ സംഗതി. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. ഇതിപ്പോൾ 130ാമത്തെ വർഷത്തെ മാരാമൺ കൺവെൻഷനാണ്. അവിടെ പ്രശസ്തനായൊരു ആത്മീയ നേതാവിൻ്റെ പ്രസംഗം ദൂരെ നിന്ന് കേൾക്കാം. തിരക്ക് ഇച്ചിരി കുറവാണേ. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാകാം, ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും, തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സംഗതി. ഈ കാണുന്നത് ഭക്ഷണശാല, ഈ കാണുന്നതാണ് കൺവെൻഷൻ ഗ്രൗണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്ര എറിച്ചില്ല. എന്നാ പറയുക, അതത്ര ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് വലിയ പിടിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം മനഃപൂർവ്വം ഇതൊക്കെ നല്ലവണ്ണം കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം ഒന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഒരു നേരത്തെ പറഞ്ഞ പോലെ മലയാളിയുടെ മതസൗഹാർദ്ദത്തിന്റെ സംഗമവേദിയല്ലേ, അപ്പോൾ അത് നമ്മൾ പങ്കെടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം, നമ്മുടെ ശബരിമല, കുരിശുമല, ഭീമാപള്ളി, വെട്ടുകാട് പള്ളി, അങ്ങനെ മതസൗഹാർദ്ദത്തിന്റെ വേദിയിൽ മലയാളി എന്നും ഒറ്റക്കെട്ടാണ്. അതാണ് മലയാളം. അപ്പോൾ നമ്മുടെ മർദ്ദവ സഭ ബുക്ക് ഹൗസ്, ബുക്ക് ഡിപ്പോ, അവിടെ കാണുന്ന അതാണ് 1 തുടങ്ങി 13 വരെയുള്ള വചനങ്ങളില് നമ്മൾ കാണുന്ന ഒരു വലിയൊരു പ്രത്യേകത. അവിടെയാണ് ആദ്യം നമുക്കൊരു ചായ കുടിച്ചിട്ടോ കുടുംബത്തിൽ ചുറ്റി പോകും, ഒരു പണി കിട്ടും. അശുദ്ധാത്മാവ് പ്രവേശിച്ചു. യുവജന സഖ്യം ഭക്ഷണശാല കുടുംബത്തിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ പണി പാടാം. ധർമ്മഗിരി മന്ദിരം ഭക്ഷണശാലയുണ്ട്. എന്തായാലും റിസപ്ഷൻ സെന്റർ. അപ്പൊ ഇതിന്റെ ചരിത്രത്തിലേക്ക് വിശേഷത്തിലേക്ക് നമുക്ക് വരാം. ഹാവ് എ ബ്രേക്ക്, ഒരു ചായ കുടിച്ച പരിപാടികൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്താണ് ഭക്ഷണശാല. ഇവിടുത്തെ ചായക്ക് 15 രൂപയാണ്. ഇപ്പൊ ചായ വന്നിട്ടുണ്ട്, അപ്പൊ ചായ കുടിക്കാം. അപ്പൊ ഞാൻ കൊണ്ടുവന്ന ഫുഡുണ്ട്, അതുകൂടെ കഴിച്ചിട്ടാകാം നമ്മുടെ പരിപാടി. കർത്താവിന്റെ കൽപ്പനകൾക്ക് സാഹചര്യങ്ങളെയും തിരുത്താൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കുടുംബങ്ങളിലെ ആഘോഷങ്ങളുടെ വേളകളിലെ കർത്താവിന് അഹിതമായിട്ടുള്ള യാതൊന്നും സംഭവിക്കാൻ പാടില്ല. ജെറുസലേം ദേവാലയത്തിലെ ചാട്ടച്ചുഴറ്റി കച്ചവടക്കാരെയും കള്ളന്മാരെയും അടിച്ചു പുറത്താക്കിയ കർത്താവ് കടവിൽ മാളിക കല്ലിശ്ശേരി സ്ഥാപിതം 1888 സെപ്റ്റംബർ 5. കടവിൽ മാളിക കല്ലിശ്ശേരി സ്ഥാപിതം 1888 അങ്ങനെയുള്ള ഒരു സാഹചര്യം കയറി നോക്കിയാൽ നമ്മള് മനസ്സിലാക്കണം. സുവിശേഷ പ്രസംഗ പ്രാർത്ഥനയുടെ കുടുംബങ്ങൾ, ലാളിത്യത്തിന്റെ കുടുംബങ്ങള്, ആർഭാടങ്ങളുടെ അനാവശ്യങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങള്, ഭക്ഷണത്തിൽ പോലും മിതത്വവും സഹോദരനോട് ഇഷ്ടവും പുലർത്തുന്ന ഒരു നിലപാട്. മറ്റുള്ളവരുടെ കണ്ണുനീര് നമ്മൾ കാണുമ്പോഴേ നമ്മൾ എടുക്കുന്ന ഒരു എക്സ്ട്രാ മൈലുണ്ടല്ലോ, ആ എക്സ്ട്രാ മൈലിൽ ഒരു കാനായിലെ കല്യാണ വിരുന്നുണ്ട്. കാനായിലൊരു കല്യാണ വിരുന്നുണ്ട്. ആ കുടുംബത്തിന്റെ കണ്ണുനീര് കണ്ടപ്പോഴ് മറിയം, ഈശോയുടെ അമ്മ, മകനോട് പോയി പറഞ്ഞ, മകനെ, അവർ അപമാനിതരാണ്, അവര് ദുഃഖത്തിലാണ്, അവർക്ക് വീണില്ല, നീ ഇടപെടണം. നമ്മുടെ ക്രൈസ്തവ ദൗത്യം യേശുവിന്റെ അമ്മയുടെ ദൗത്യമാണ്. മറ്റുള്ളവന്റെ ആവശ്യങ്ങള് കാണാനുള്ള കാഴ്ചപ്പാട്, അതാണ് ക്രൈസ്തവ ആധ്യാത്മികത, അതാണ് ക്രൈസ്തവ മൂല്യങ്ങളുടെ സമ്പാദ്യം. മറ്റുള്ളവന്റെ വേദനകൾ കാണുമ്പോൾ ഈ നല്ല മാതൃക നമ്മൾ പാലിക്കണം. മകനെ, അവർക്ക് വീഞ്ഞില്ല, മകനെ അവർക്ക് വീഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷത്തില്
മനോഹരമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. കർത്താവ് ജനക്കൂട്ടത്തോട് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴ് 2001 മാരാമൺ കൺവെൻഷൻ സീറോ മലബാർ ചർച്ച് കഥയിൽ മാറുവർക്ക് വിധേയത്തിൽ സ്വാമി കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സമയം സന്ധ്യയാകുകയാണ്, ഈ ജനത്തെ പിരിച്ചു വിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് 2006 മാരാമൺ കൺവെൻഷൻ ഡോക്ടർ ഫിലിപ്പോസ് മാർക്കോസ് വലിയ തിരുമെത്രോപൊളിത്ത ഉദ്ഘാടനം ചെയ്യുന്നു. കോവിഡ് കാലത്ത് 2020 മാരാമൺ കൺവെൻഷന്റെ ചിത്രം. നീ അവരെ വിടണം. യേശുദമ്പുരാൻ അവരോട് ചോദിച്ചു, എത്ര കഞ്ഞി ചോരയില്ലാതാണ് നിങ്ങൾ പറയുന്നത് ഇവർ പിരിച്ചുവിട്ടമെന്ന്? നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? 2005 കുട്ടികളുടെ മാരാമൺ നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? മനോഹരമായ ചോദ്യം. How many loaves of bread you have? നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? സമീപം അവര് പറഞ്ഞു, ഞങ്ങൾ പലരോടും പരിശുദ്ധ ഇഗ്നാത്തിയോസ് പ്രതിനിധിയും പാത്രിയാർക്കി സ്വഭാവമായി ഫിലിപ്പോസ് മാർക്കോസ് കൈകൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, തമ്പുരാനെ ഇവിടെ ഒരു പയ്യൻ ഇരിപ്പുണ്ട്, അവന്റെ 5 അപ്പവും 2 മീനും ഉണ്ട്. ഞാൻ അതേ കുറിച്ചിട്ട് ഒരു തൃശ്ശൂര് രസം പറയുകയാണ്. അവന്റെ അമ്മ 2022 മാരാമൺ കൺവെൻഷൻ സമാധാന വേദിയെത്തിയ ആന്റോ ആന്റണി എം പി, പ്രതിപക്ഷ വി ഡി സതീശൻ, മന്ത്രിമായ സജി ചെറിയ, ദോഷേഖസിന്റെ ചെന്നിത്തല, MLA ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസിലുള്ള ചീഫ് ജയരാജ്, തോമസ് MLA പറഞ്ഞു, എന്റെ കയ്യിലെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ ചേട്ടൻ ദീർഘമായിട്ട് പ്രസംഗിക്കുന്ന ഒരു ചേട്ടനാണ്, നല്ല ചേട്ടനാണ്, നല്ല പ്രസംഗമാണ്. 2013 മാരാമൺ കൺവെൻഷന് ശേഷം മടങ്ങുന്ന ജോസഫ് മാർത്തോമ്മ മെത്രോപൊലിത്ത 2014 കൺവെൻഷൻ നാട്ടുകർമ്മത്തിനായി മാർത്തോമ്മ പരമാധ്യക്ഷൻ അഭിവന്ദ്യ ജോസഫ് മാർത്തോമ്മ മെത്രോപൊലിത്ത മണൽപ്പുറത്തേക്ക് നീങ്ങുന്നു. അവൻ പറഞ്ഞു, എനിക്ക് തന്നിട്ടുള്ളതാണ്, എന്നേക്കാൾ ആവശ്യം ചേട്ടനാണെങ്കിൽ ചേട്ടൻ അത് എടുത്തു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ മാർത്തോമ്മ മിഷൻ സെന്റർ നേര്യമംഗലം. മിഷനറി റവറൻഡ് ജസ്റ്റിൻ ഫിലിപ്പ് വർഗീസ്, സുവിശേഷകൻ ജോൺസൺ എബ്രഹാം, ഇടവകങ്ങൾ MTEA മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ വിസിറ്റിംഗ്, സേവിക സംഘം സെന്റർ മീറ്റിംഗ്. കൂനൻ കുരിശ് സത്യം AD 1653. മട്ടാഞ്ചേരിയിലെത്തിയ ജനം അവിടെയുണ്ടായിരുന്ന കൽക്കുരിശിൽ കയറുകൾ കെട്ടി അതിന്മേൽ തൊട്ടുകൊണ്ട് 1653 ജനുവരി 3-ാം തീയതി മലങ്കരയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. മലങ്കര സഭ പരമ്പരാഗതമായി പുലർത്തുന്ന വിശ്വാസമനുസരിച്ച് നടക്കുമെന്നും പോപ്പിന്റെ അധീനതയിലാകുന്നതിന് സമ്മതമല്ല എന്നുമായിരുന്നു പ്രഖ്യാപനത്തിന്റെ രത്നച്ചുരുക്കം. പ്രതിജ്ഞയെടുക്കുന്ന സമയം കൂനൻ കുരിശിന് അല്പം ചരിഞ്ഞതിനാൽ പ്രസ്തുത സത്യപ്രതിജ്ഞ കൂനൻ കുരിശ് സത്യം എന്നറിയപ്പെട്ടു. ഈ പ്രതിജ്ഞയോടെ മലങ്കര സഭ രണ്ടായി പിളർന്നു. റോമൻ കത്തോലിക്ക വിശ്വാസ ആചാരങ്ങളും മേൽക്കോയ്മ ഉപേക്ഷിച്ച് തങ്ങളുടെ പൈതൃകത്തിലേക്ക് മടങ്ങിപ്പോയ പിൽക്കാലത്ത് പുത്തൻ കൂട്ടുകാരെന്നും അടിച്ചേൽപ്പിച്ച അടിമത്തം സ്വീകരിച്ച കൂട്ടുകാർ പഴയ കൂട്ടുകാരെന്നും അറിയപ്പെട്ടു. ഈ നാമകരണം തന്നെ ചരിത്രത്തിലെ വൈരുദ്ധ്യമാണ്. കൂനൻ കുരിശ് സത്യത്തെ തുടർന്നാണ് 1653 ജൂൺ 1 ആലങ്ങാട്ട് പള്ളിയിൽ വെച്ച് 12 പട്ടക്കാരുടെ കൈവപ്പോടെ ആർക്കദിയാക്കോൻ തോമായെ മാർത്തോമ എന്ന നാമത്തോടെ മെത്രാനായി അഭിഷേകം ചെയ്തത്. അദ്ദേഹത്തിന്റെ കാലത്ത് പലതരം എതിർപ്പുകൾ ഉണ്ടായി. അവയെ അതിജീവിച്ച അദ്ദേഹം മലങ്കര സഭ ദിശാബോധം നൽകി. ഭാരതീയമായ പ്രഥമ മിഷണറി സംഘടന. മലങ്കര സഭയിലെ നവീകരണ ഫലമായി സുവിശേഷ ഘോഷണത്തിന് പരിശുദ്ധാത്മ പ്രേരണയാൽ കൊട്ടാരത്തിൽ വർഗീത്തോമ, കത്തനാരും, വാലിശ്ശേരിയിൽ അവിരാജൻ, ഒറ്റപ്പിലാമൂട്ടിൽ കുഞ്ഞുമാത്തു, ആറങ്ങാട്ട് ഫിലിപ്പോസ്, ചക്കാലയിൽ ചെറിയാൻ ഉപദേശി, കൊച്ചുമണ്ണിൽ സ്കറിയ, കോട്ടൂരത്ത് യോഹന്നാൻ, അഴകനാൽ തൊമ്മി, കുറിച്ചിയത്ത് വട്ടടയിൽ കോരുത് കിട്ടിയവര, സ്ഥാനികൽ ഉപദേശി, ഇടവമ്മേലിൽ വർക്കി, മത്തായി, ചമ്പകശിൽ മാത്തു എന്നീ 12 ആത്മാവിനും ചേർന്ന് 1888 സെപ്റ്റംബർ 5 പമ്പാനദിയുടെ തീരത്ത് ചെങ്ങന്നൂർ കല്ലിശ്ശേരി കടവിൽ മാളികയിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ച മാർത്തോമ സഭയുടെ മിഷണറി പ്രസ്ഥാനം മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം. മാർത്തോമ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ, ശാലെ മിഷൻ, ഈറോഡ് മിഷൻ, ആൻഡിമഠം മിഷൻ, മിഷൻ ഫീൽഡുകൾ, ഗോവ മിഷൻ. അവധിയിലേക്ക് അനേക ആളുകളെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന വെച്ചുകൊണ്ട് ഞാനിത് സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. തമിഴ്നാട് ഗോസ്ബൽ മിഷൻ പൊള്ളാച്ചി മിഷൻ, വിജയവാഡ മിഷൻ. സന്തോഷം. എനിക്ക് ഈ മാരാമൺ കൺവെൻഷനിൽ നിന്ന് 2 വാഹനങ്ങൾ പ്രാർത്ഥനാലയം മാരാമൺ കൺവെൻഷനിലെ ഓല കൊണ്ട് മേഞ്ഞ പഴയ നമ്മുടെ എന്താണ് ആ ഓർമ്മകൾ എന്താണ് തിരിച്ചു പിടിക്കാനുള്ള ഒരു എന്താണ് ആ ഒരു ഓർമ്മക്കുറിപ്പ് പോലെയുള്ള ഒരു പ്രാർത്ഥനാലയം മാരാമണ്ണിലെ എനിക്ക് കണ്ടൊരു പ്രത്യേകതയായിരുന്നു. അതാണ് ഞാനിങ്ങനെ വട്ടം ചുറ്റി കാണിക്കുന്നത്. പണ്ടത്തെ കാലത്തെ പള്ളികളൊക്കെ ഓലമേഞ്ഞ പള്ളികൾ ഇപ്പോഴും ഉണ്ട്. പല സുവിശേഷ കേന്ദ്രങ്ങളും ഈ ദരിദ്ര മേഖലയിലൊക്കെ എപ്പോഴും ഓല കൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ ഒരു പഴമയിൽ നിന്ന് തുടക്കത്തിൽ നിന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായി. അത് വളരെ ഭംഗിയായിട്ട് അവർ ഒരുക്കിയിരിക്കുന്നു. ഇതിനകത്ത് ആ ഒരു എന്താണ് ഒരു പ്രാർത്ഥനാലയം, മാരാമൺ കൺവെൻഷനുള്ളിൽ ഒരു പ്രാർത്ഥനാലയത്തിൻ്റെ പ്രാർത്ഥനാലയം, അതിനുള്ളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇതൊരു ഡെമോ അല്ല, ശരിക്കും അത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. അകത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛന്മാരൊക്കെ ഉണ്ട്, സ്തോത്ര കാഴ്ച, പിന്നെ അച്ഛൻ എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ മാരാമൺ കൺവെൻഷൻ പന്തലിലെ അകത്തെ ചിത്രമാണ്. ഈ ഒരു മദ്യനിരോധനത്തെ കുറിച്ചും മദ്യപാനത്തെ കുറിച്ചുള്ള ഒരു സാക്ഷ്യമാണ് ഇതിനുള്ളിൽ നടക്കുന്നത്. വിശ്വാസികളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കാണ്. പക്ഷെ സാറ്റർഡേ, ശനി, ഞായറാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ പന്തലിനുള്ളിലെ 1,00,000 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓല മെഞ്ഞതും ഓലത്തട്ടും ഒക്കെ ഇതൊക്കെ കൂട്ടായ സംരംഭമാണ്. അതിൻ്റെ ഒരു കാഴ്ച ചിത്രീകരണം ആണിത്. ഈ മാർത്തോമാ സോറി നമ്മുടെ എന്താണ് മാരാമൺ പ്രധാന പന്തലിൽ നിന്ന് ലെഫ്റ്റിലെ ഇവിടെ പ്രാർത്ഥനാലയമുണ്ട്. കൗൺസിലിങ്ങിന് പ്രത്യേക പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം. ഇരുന്ന് കൗൺസിലിങ്ങിനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള കൊച്ചു കൊച്ചു കൂടാരകൾ ഇങ്ങനെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാം ഓലമേഞ്ഞ ആ ഒരു പഴമ സൂക്ഷിച്ചുകൊണ്ടുള്ള കൊച്ചു കൊച്ചു ഓലപ്പുരകളാണ്. അത് ശരിക്കും നമ്മുടെ ആ ഗൃഹാതുരത്വം, പഴയമ്മയുടെ ആ ഒരു ഗൃഹാതുരത്വം വിളിച്ചോതുന്ന സൂപ്പർ കാഴ്ചയാണ്. കൗൺസിലിങ്ങിനെ തന്നെ കൗൺസിലിംഗ്, പുരുഷന്മാര്, സ്ത്രീകള്, എനർജി ക്യാമ്പ് ഷെഡ്, ക്ലർജി എനർജിയിലെ ക്ലർജി ക്യാമ്പ് ഷെഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ളിലെ സുന്ദരമായ വിലപ്പെട്ട കാഴ്ചകൾ. ഇവാഞ്ചലിസ്റ്റ് ക്യാമ്പ് ഷെഡ്, ന്മാർക്കുള്ള ഭക്ഷണമൊക്കെ ഒരുക്കുന്ന പാചകപ്പുരയും ആ പുഴയുടെ തീരവും എത്ര ഭംഗിയല്ലേ. അപ്പോൾ ഈ മാരാമൺ മണപ്പുറത്തെ ഒരു പ്രത്യേക കാഴ്ചയോടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പുല്ല് തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ യാത്രാമധ്യേ കാണുന്ന സുന്ദരമായ ആ വെള്ളപ്പൂ ഇവിടെയും കണ്ടപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നി. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇങ്ങനെ മുഴുവൻ ഈ ചതുപ്പ് നിറഞ്ഞൊരു പ്രദേശമായിരുന്ന പിന്നെ അത് ആത്മീയതയുടെ പ്രദേശമായും അറിയതിൻ്റെ കാഴ്ചകളിലേക്കാണ്. ആ കാണുന്ന ചതുപ്പാണ്, വയലായിരുന്നില്ലേ. അതുവഴി പോവാം. എന്ത് ഭംഗിയുള്ള കാഴ്ചകളല്ലേ. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പിന്നാമ്പുറത്തെ കാഴ്ചകൾ. സങ്കടം ആർക്ക് അനാവശ്യമായ കൺചുമക്കും വീഞ്ഞ് കുടിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ വീഞ്ഞ ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നത് നീ നോക്കരുത് എന്ന് പറയുമ്പോൾ അത് നമുക്കെല്ലാം നൽകിയിരിക്കുന്ന വലിയൊരു സന്ദേശം. കാരണം ലഹരിയിൽ നിന്ന് നമ്മൾ വിമുക്തരായെങ്കിലും ഇനി
അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണ മേശയിൽ അങ്ങനെയുള്ള സ്ഥാനങ്ങളുണ്ടെങ്കിൽ നമുക്കവിടെ പോയിരിക്കാനൊക്കെ ഇല്ല. നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യം. അതുകൊണ്ട് ആ ധൈര്യം പ്രാപിപ്പാനായിട്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഇതിനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. അതിന്റെ ഭാരവും വേദനയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാരം എങ്ങനെയാണ് കുറയുന്നത്? നമ്മുടെ ഭാരം കുറയാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റൊരു പാലത്തിലൂടെയാണ് ഇപ്പൊ തിരിച്ച് നമുക്ക് വേറൊരു പാലത്തിൽ കൂടി ഇതുവഴി കയറിയൊക്കെ തിരിച്ചു പോയാലോ, അതിൻ്റെ ഒരു ഭംഗി. നമ്മുടെ ജീവിതത്തിന്റെ രസങ്ങളൊക്കെ നമ്മളൊന്ന് തുറന്ന് ആരോഗ്യം ആത്മാർത്ഥമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ. അപ്പോൾ നമ്മൾ വന്നപ്പം ആ പാലം വഴിയാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. ഇറങ്ങുന്നത് മറ്റൊരു പാലം വഴിയാണ്. അതേപോലത്തെ മറ്റൊരു പാലമാണ് ഈ പാലം. പാലത്തിൽ കൂടെ കയറി നമ്മൾ തിരിച്ച് ബാക്ക് ചെയ്യാം. അപ്പോൾ വന്ന പാലമല്ല ഇത്, തിരിച്ചു പോയി വന്ന വഴിയിൽ രണ്ടാമത്തെ മറ്റൊരു വഴിയിലൂടെ ഇതൊക്കെ അങ്ങോട്ട് തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ മറ്റൊരു വഴിയിലൂടെ നമ്മൾ തിരിച്ച് എവിടെ പോകുന്നു? പാക്കപ്പ്. കുറച്ച് കാഴ്ചകളൊന്നും തീർന്നിട്ടില്ല. ഇതുവഴി ഇനി കുറേ പള്ളിയുടെ കാര്യങ്ങളൊക്കെ കണ്ട വഴിയൊക്കെ പോകാം. അങ്ങനെയല്ലേ ഭംഗി. വെയിലിൻ്റെ കാഠിന്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ പാലം, മുള. സമർപ്പിക്കപ്പെട്ടവരായിട്ട് നമ്മുടെ സഭ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതിൽ കൃത്യമായിട്ട് പങ്കെടുക്കുവാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ചില ആളുകൾ ഞാൻ ഇത്ര വർഷമായി എനിക്ക് വേണ്ടി ആവശ്യമില്ല. ഇവൻ നിങ്ങൾ ഈ രാജനോട് ചോദിച്ച് 30 വർഷമുള്ള പ്രാവശ്യ രാജൻ എത്ര പ്രാവശ്യം കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നു? രാജന്റെ ജീവിതത്തിൽ ആദ്യം എല്ലാ ദിവസവും കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു വട്ടം ചുറ്റി നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കണം. എന്നാൽ ഇപ്പൊ ലഹരി ആസക്തി എന്ന് പറയുന്നത് വ്യക്തിഗത രോഗം മാത്രമല്ല, പിന്നെ അത് ഒരു കുടുംബ രോഗം കൂടിയാണ്. അപ്പൊ ആ കുടുംബ രോഗത്തിൽ പെട്ടിരിക്കുന്ന ഭാര്യയും അവരുടെ ജീവിതത്തിൽ പ്രയാസമുണ്ട്. അതായത് ലഹരിക്ക് അടിമപ്പെട്ട ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ, അവരുടെ ജീവിതത്തിലുള്ള ആ പ്രയാസം ലഹരിക്ക് അടിമപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ അവരിലെല്ലാം. അപ്പോൾ നമ്മൾ ആ പാലം വഴി ആദ്യം വന്നുവെങ്കിൽ ഇത് അതിൻ്റെ പിന്നാമ്പുറത്തൂടെ നമ്മുടെ ആ പാലം കഴിഞ്ഞ് കയറി പിന്നെ ജനവാസമുള്ള ഇടത്തിലേക്കാണ്. അപ്പോൾ ഇതുവഴിയുള്ളൊരു കാറൊക്കെ വരുന്നവർക്ക് ഇതുവഴി ഇങ്ങനെ വരാം. മറ്റേത് അവിടെ വണ്ടി നടത്തിയിട്ട് മറ്റേ വഴി വഴിയാണ്. ഇതിപ്പോൾ കാർ പോർച്ച്, ഇവിടെ കാർ പാർക്കിംഗ് അറിയില്ല. ഇവിടേക്ക് താമസക്കാരുണ്ട്. ആ ഒരു പഴമ നിലനിർത്തുന്ന വീടുകളും പുതുമയും ഒക്കെ ചേർന്നുള്ള ഒരു അന്തരീക്ഷമാണ് മാരാമൺ. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന പലപ്പോഴും പലരും മാരാമണ്ണിലെ പ്രസംഗവും ആണ് ബെസ്റ്റ്. പ്രസംഗം ഒഴിച്ചുവിടാൻ പാടില്ല. അപ്പോൾ അതൊക്കെ കണ്ട് ഉള്ളവർക്ക് ഇതിൻ്റെ ഈ മറ്റേ വഴി, അതായത് ഈ വാഹനം വരുന്ന വഴി, അതിൻ്റെ ക്രമീകരണങ്ങളിങ്ങനെ അധികം വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വഴി തിരഞ്ഞെടുത്തത്. ഇങ്ങനെ പോയാൽ ഇതൊക്കെ കാറിങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇടത്തോട്ടല്ല, നേരെ പോകണം. അതാണ് ഒറിജിനൽ വഴി. ഇതൊക്കെ നാട്ടുകാരുടെ വീടുകളാണ്. അപ്പോൾ ഇതുവഴി നേരെ പിടിച്ചാൽ അവിടെ എത്തും. നമ്മളെ ഒറിജിനൽ മാരാമൺ വഴിയിൽ എത്തും. കണ്ടുകൊണ്ടേ നടക്കാം, നടന്നുകൊണ്ടേ കാണാം. അവിടെ ഒരു കൊച്ചു പാലം. ഇങ്ങനൊരു തോടും പാലമൊക്കെ ഇവിടെ ഉണ്ട്. തോട്ടിൽ വെള്ളം ഉണ്ടോ നോക്കിയാലോ? കാണുമോ? വലിയ കുഴപ്പമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. വെള്ളം അങ്ങനെ വലുതായിട്ടില്ല. പറ്റി വരണ്ട കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാലം ക്രോസ് ചെയ്ത് ഇതൊക്കെ മാരാമണിൻ്റെ പിന്നാമ്പുറത്തെ കാഴ്ച അതാണ്. ഇവിടെ കാർ പാർക്കിങ്ങിന് പേ ആൻഡ് പാർക്കാണ്. അകത്ത് പേ ആൻഡ് പാർക്കാണ് ഇവിടെ. അല്ലെങ്കിൽ ഈ നാട്ടുകാരായതുകൊണ്ട് അറിയാം അവിടെ പേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉള്ളിൽ. യെസ്,
അപ്പോൾ ഇതെല്ലാം ഈ പേ ആൻഡ് പാർക്ക്, അതും അവർക്കൊരു വരുമാനമാണ്. ആരൊക്കെയോ ടെൻഡറൊക്കെ എടുത്ത് ഫേമർക്ക് ജീവിക്കണ്ടേ, അപ്പോൾ അവരും അതിനൊരു ചെറിയ ബിസിനസ് ആക്കിയിട്ടിട്ട് ജീവിക്കണമല്ലോ അവർക്കൊക്കെ. ഇതെല്ലാം പേ ആൻഡ് പാർക്കാണ്. അപ്പോൾ ഇതെല്ലാം പിന്നെന്താ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ജോലിസ് കുടുംബം ആശംസിക്കുന്നത്. അപ്പോൾ ഒരു ചായ കുടിക്കാമല്ലേ? സ്കിൽഡ് ഓൺ വീൽസ് നമ്മുടെ പുതിയ വണ്ടി മേടിക്കാൻ പൈസ കിട്ടിയതൊക്കെ അങ്ങനെയാണ്. ഈ പൈസക്ക് അതിനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പിള്ളേർക്കും വേണ്ടി പൈസ നമ്മുടെ സ്ഥാപനത്തിനല്ല. നിയോഗ വഴികളിൽ അല്ല ജോഷിനും ഒരു വിത്തൗട്ട് തുടക്കം കുറിച്ച ഒരു ലൈറ്റ് ജ്യോതിസ് ഹോം ഓഫ് ലവ് അഥവാ സ്നേഹത്തിന്റെ ഭവനം. ആദ്യ നാളുകളിൽ അടൂർ ഭദ്രാസനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വന്ന ഈ സ്ഥാപനം പിന്നീട് ചെങ്ങന്നൂർ മാവേലിക്കര. അപ്പോൾ മാരാമൺ യാത്രയുടെ കലാശക്കൊട്ടിലേക്കാണ്. മാരാമൺ യാത്രയിലെ കലാശക്കൊട്ടിലേക്കാണ് അവസാനം നമ്മുടെ ലാസ്റ്റ് ബാക്ക്. അപ്പോൾ ഇത് നമ്മൾ വന്നത് എന്നാണ് ബാക്ക് ഡോറിലൂടെയാണ്. ഇതാണ് ശരിയുള്ള ഒറിജിനൽ വഴി. അപ്പോൾ നമ്മൾ പുറകെ കൂടെ വന്ന് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി തിരിച്ചു പിടിക്കുന്നു എന്നതാണ് സത്യം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.